വിരഹികൾക്കും ചൂടേറ്റു വലയുന്നവർക്കും മേഘമേ നീ ആശ്വാസമാകുന്നു. കുബേരൻ്റെ ക്രോധത്താൽ നാടുവിട്ട് പ്രിയയെ വേർപെട്ട് കഴിയുന്ന എൻ്റെ സന്ദേശം സ്വീകരിച്ചാലും ശംഭുവിൻ്റെ തിരുമുടിയിൽ നിന്നും പൊഴിയുന്ന അമ്പിളിപ്രഭയിലാണ്ട അളകാപുരിയിലാണ് എൻ്റെ ഗേഹം. സമീപഭാവിയിൽ ഭർത്തൃസാമീപ്യമുണ്ടാകുമെന്ന പ്രതീക്ഷയിൽ പഥികരായ പെൺകൊടിമാർ നിന്നെ കാണുമ്പോൾ കുറുനിരകൾ ഒതുക്കി സാകൂതം നോക്കും. അന്യാധീനനായ ഞാനല്ലാതെ ഈ വേളയിൽ ദൈതയെ പിരിയുന്നവരുണ്ടാകില്ല. തോഴനായ കാറ്റിനോടൊത്ത് നീ നീങ്ങിപ്പോകുമ്പോൾ കേൾക്കുന്നത് വേഴാമ്പലുകളുടെ മധുരഗീതമാണ്. നയനസുഭകനായ നീ വാദ്യവൃന്ദത്തോടെ എത്തുന്ന സമയം മുമ്പ് ഗർഭാധാനമുണ്ടായ ഓർമ്മയിൽ വലാകപക്ഷികളുടെ മാലകൾ മാനത്ത് നിന്നെ സേവിച്ച് ഒപ്പം കൂടും. ദുസ്സഹമായ വിരഹത്തീയിൽ ഏതു സമയവും ജീവൻ വേർപെടാവുന്ന നിലയിലാകും എൻ്റെ പ്രണയിനി. ദിനമെണ്ണിക്കഴിയുന്ന ആ പതിവ്രതയെ വേഗം പോയാൽ ജീവനോടെ കാണാനും ഇവൻ്റെ സന്ദേശം പകർന്ന് ജീവൽ പ്രതീക്ഷ നൽകാനുമാകും. പാഴ്ഭൂമി സമ്പുഷ്ടമാക്കുന്നതാണ് നിന്റെ നിനദം. വിൺപൊയ്കയിലേക്ക് പോകുന്ന ഹംസങ്ങൾക്കത് കാതിനിമ്പമാണ്. താമരവളയങ്ങൾ കുത്തിപ്പറക്കുന്ന അവ നിനക്ക് കൈലാസത്തോളം കൂട്ടുവരും. വഴിയിൽ കൊഴിഞ്ഞ താമരവളയങ്ങൾ നിന്റെ വഴി കാട്ടിത്തരും. ശ്രീരാമചന്ദ്രൻ്റെ പാദപത്മങ്ങൾ പതിഞ്ഞ ഈ ശൈലം പുണ്യപ്രദായകമാണ്. സുഹൃത്തിനെ എന്ന പോലെ ആലിംഗനം ചെയ്ത് നീ കടന്നു പോകുമ്പോൾ ചൂടുള്ള ബാഷ്പബിന്ദുക്കൾ തൂകി ആ മിത്രം വേർപാടിൻ്റെ വേദന പ്രകടമാക്കും. യാത്രാനുകൂലമായ വഴി പറയുകയാണ് ആദ്യം വേണ്ടത്. ശേഷം വിരഹിണിയായ എൻ്റെ പ്രിയയ്ക്കുള്ള സന്ദേശം പറയാം. യാത്രാക്ഷീണം മാറ്റാൻ കൊടുമുടികളിൽ പാദം തൊട്ടും ദാഹം മാറ്റാൻ കുളിരരുവികളിൽ ജലം കുടിച്ചും പോകാം. കാറ്റ് ഒരു കൊടുമുടിയെ പറപ്പിച്ചു കൊണ്ടുപോവുകയാണോ എന്ന് നിന്നെ കാണുമ്പോൾ മുഗ്ധകളായ സിദ്ധവധുക്കൾ കരുതും. സരസപണ്ഡിതനായ നിചുളൻ്റെയും ആക്രമണകാരിയായ ദിങ്നാഗൻ്റെയും പിടിയിൽപ്പെട്ട് നേരം കളയാതെ നീ ഉയർന്നു പറക്കുക. പ്രഭാമയമായ ഇന്ദ്രജാപം മുന്നിൽ കാണുക. നിന്റെ കാർവർണത്തിന് മീതെ മഴവില്ലിൻ്റെ ശോഭ, തിരുമുടിയിൽ പീലി ചൂടിയ കൃഷ്ണദേവൻ്റെ ഭംഗിയാണ് നിനക്ക് നൽകുന്നത്. സമ്പൽ സമൃദ്ധി കൊണ്ടുവരുന്ന മാരിക്ക് നീ കനിയണമെന്നതിനാൽ ഗ്രാമീണ പെൺകുടിമാർ കടാക്ഷശാസ്ത്രമേശാത്ത വിടർന്ന നേത്രങ്ങളാൽ ഹർഷാതിരേകത്തോടെ നിന്നെ നോക്കും. ഉഴുതുമറിച്ച മണ്ണിൻ്റെ പുതുമണമുയരുന്ന സമതലങ്ങളിലൂടെ അല്പം പടിഞ്ഞാറു പോയി വേഗം വടക്കോട്ട് യാത്രയാകണം. തീ പടർന്നു കരിഞ്ഞ വനസ്ഥലികളിൽ മഴ പെയ്ത് കുളിർപ്പിച്ച് ക്ഷീണിതനായെത്തുന്ന നിന്നെ ആമ്രകൂടം ശിരസിലേന്തും. ഉപകാരം ചെയ്തവരെ നിസ്സാരന്മാർ പോലും മറക്കില്ല. എങ്കിൽ മഹത്തുക്കളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. വിളഞ്ഞു പഴുത്ത മാങ്ങകൾ നിറഞ്ഞ പർവ്വതത്തിനു മീതെ കരിങ്കൂന്തലിൻ്റെ നിറമുള്ള നീ എത്തുമ്പോൾ ചുറ്റും വെണ്മ നിറഞ്ഞ് മധ്യം കറുത്ത ഭൂമിയുടെ മാറിടം പോലെ സ്വർഗവാസി മിഥുനങ്ങൾക്ക് തോന്നാം.